ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് നല്ല ഹെവി ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റി നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ഞാനിപ്പോൾ വേറെ അയക്കുന്ന ഈ ടൈപ്പിലുള്ള ഒരു 3 പീസ് സെറ്റാണ് വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഈ വേറെ ഈ ഷെയ്ഡും വരുന്നുണ്ട്, വേറൊരു ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളക്ഷൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്കൊരു ബ്ലാക്കിൽ തന്നെ തുടങ്ങാം അല്ലേ. എപ്പോഴും ഞാൻ ബ്ലാക്ക് വെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നൊന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേറൊരു കളർ വെയർ ചെയ്തത്. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് തന്നെയാണ്. ഇത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 എബോവ് വരുന്നുണ്ട് കേട്ടോ. നോർമലി വന്നിട്ട് നമ്മൾ 47 അല്ലേ കൊണ്ടുവരാറുള്ളത്. ഇത് കുറച്ചും കൂടെ ലെങ്ത് കൂടുതൽ വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് പോലെയാണ് വരുന്നത്. ഫുൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് അല്ല, ഒരു സെമി സ്വീറ്റ് ഹാർട്ട് നെക്കാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ യോക്ക് ഏരിയയിൽ അവിടെ ആയിട്ടും അതേപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു വർക്ക് വന്നിട്ട് കൂടിയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ഹെവി ആയിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുൾ വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ വിസിബിൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നോർമലി വന്നിട്ട് കാണുന്ന എംബ്രോയിഡറി വർക്കിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന്റെ പാൻറ് വന്നിട്ടൊരു സാൻലൂൺ ബോട്ടമാണ് വരുന്നത്. ബാക്ക് ഏരിയയിൽ വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ പടി പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡോറിയും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസ് ആണെങ്കിൽ തന്നെയും ടൈറ്റ് ചെയ്യാനുള്ള ഡോറിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഒരു ലൂസ് പാൻറ്റാണ്. പാൻറ്റിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 39 ലെങ്ത് വരുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു 3 പീസ് സെറ്റാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. ഒരു രക്ഷയും ഇല്ല. നോർമലി വന്നിട്ട് നമുക്ക് ദുപ്പട്ടയിൽ വൺ സൈഡ് വന്നിട്ട് ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരാറുണ്ട്, വൺ സൈഡ് വന്നിട്ട് സ്കാലപ്പും വരുന്നുണ്ട്. അത് ഇതിലും അതേപോലെ തന്നെയാണ്, പക്ഷേ ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും എൻഡ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന പോലെ ഹെവി ആയിട്ട്, ഇത് കണ്ടോ, നല്ല ഹെവി ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് വന്നിട്ട് സ്കാലപ്പാണ് വരുന്നത്. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് അവിടെ ആയിട്ട് എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ലെങ്ത് 2.5 എബോവ് വരുന്നുണ്ട് കേട്ടോ. തട്ടമിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇത് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഇങ്ങനെ തട്ടമിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ട് ഗ്രേ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഒരുപാട് ഹെവി ഷൈനിങ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. കാരണം എൻ്റെ ഫേവറേറ്റ് ആണ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഹെവി ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോർമലി വന്നിട്ട് നമ്മൾ വന്നിട്ട് എഡിറ്റിങ്ങോ അങ്ങനെ വലിയ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ചെറിയൊരു ലൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ ഒരു ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മളെടുത്ത് പറയാറുണ്ട്, പർച്ചേസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും നേരിൽ കാണാനായിട്ട് വീഡിയോയിൽ കണ്ടതിനേക്കാളും ക്ലാരിറ്റി ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഐറ്റം അവരുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ അയക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ട ബ്ലാക്കിൽ വന്നിട്ട് ആ ഫ്ലവർ വർക്ക് വരുന്നത് ഷെയ്ഡ് വന്നിട്ട് ഗ്രേ ആണ്. ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ബ്ലാക്കിൽ വന്നിട്ട് ആ ഫ്ലവർ വന്നിട്ട് ഗ്രേയും ഈ നേവി ബ്ലൂവിൽ വന്നിട്ട് ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. ബാക്കി പെക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതിൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് M2XX ആണ് വരുന്നത്. പ്രൈസ് ഇത്രയും ഹെവി ആയിട്ട് വർക്ക് ചെയ്ത് ഈ കുർത്തിക്ക് വന്നിട്ട് 1299 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻറ്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.